തൃശ്ശൂർ ജില്ലയിൽ കോൺഗ്രസ് ചെന്നുപെട്ട അപമാനകരമായ രാഷ്ട്രീയ അവസ്ഥയിൽ നിന്ന് വാർത്തകൾ വഴിതിരിച്ചു വിടാനുള്ള ഒരു അഭ്യാസം മാത്രമാണ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പേരിൽ ഇപ്പോൾ നടക്കുന്ന UDFിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ കള്ളപ്രചാരവേല. ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം, അത്തരത്തിൽ ഏതെങ്കിലും ഒരാളെ ചാക്കിട്ട് പിടിക്കാനുള്ള ഒരു ഇടപെടലും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. വളരെ സത്യസന്ധമായിട്ട് പറയാം, അത്തരത്തിൽ ഒരു ശ്രമവും ഈ ജില്ലയിൽ സംസ്ഥാനത്ത് ഒരിടത്തും ഞങ്ങൾ നടത്തിയിട്ടില്ല. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ കോർപ്പറേഷൻ LDFന് നഷ്ടമായി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്, വസ്തുതയാണ്. അതേസമയം തൃശ്ശൂർ ജില്ലയിലെ നഗരസഭകളാവട്ടെ, ഗ്രാമപഞ്ചായത്തുകളാവട്ടെ, ജില്ലാ പഞ്ചായത്താവട്ടെ, ബ്ലോക്ക് പഞ്ചായത്താവട്ടെ വ്യക്തമായ ആധിപത്യം ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. എന്നാൽ 7 ഗ്രാമപഞ്ചായത്ത് തുല്യ നിലയിൽ വന്നു, 2 ബ്ലോക്ക് പഞ്ചായത്ത് വടക്കാഞ്ചേരി ഉൾപ്പെടെ തുല്യ നിലയിൽ വന്നു. ഞങ്ങൾ അവിടെയെല്ലാം എടുത്ത നിലപാട് ഒരാളെപ്പോലും ഇങ്ങോട്ട് കുതിരക്കച്ചവടം നടത്തി ചാക്കിട്ട് പിടിക്കുക എന്ന സമീപനമായിരുന്നില്ല. പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഇക്കാര്യത്തിൽ എടുത്ത നിലപാട് ഒരു തരത്തിലുമുള്ള അത്തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാവരുത് എന്നുള്ളതാണ്. BJP, SDPI തുടങ്ങിയ പാർട്ടികളുടെ വോട്ട് സ്വീകരിച്ച് സ്ഥാനം നേടിയാൽ തത്സമയം രാജിവെക്കണം, ഇതായിരുന്നു ഞങ്ങൾക്കുള്ള നിർദ്ദേശം. വളരെ കൃത്യതയാർന്ന നിലപാടാണ്. ഒരു തരത്തിലും പാളിപ്പോവാതെ ആ നിലപാട് പ്രാവർത്തികമാക്കാൻ തൃശ്ശൂർ ജില്ലയിൽ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ഈ പ്രചാരണം കോൺഗ്രസ് നടത്തുന്നത് എന്നുള്ളതാണ് മനസ്സിലാവാത്ത കാര്യം. ഇപ്പം ഞങ്ങൾ ഓരോ പഞ്ചായത്ത് എടുക്കാം, BJPയുമായിട്ട് സന്ധി ചെയ്ത് കുതിരക്കച്ചവടം നടത്തി മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് BJPയും കോൺഗ്രസും തമ്മിലുള്ള അലിയൻസ് ആഫ്റ്റർ ഇലക്ഷൻ മാത്രമല്ല, ഇലക്ഷന് മുമ്പ് BJPക്ക് കോൺഗ്രസിൻ്റെ വക വോട്ടിംഗ്, കോൺഗ്രസ്സിന് BJP വക വോട്ടിംഗ്, ഇതുകൂടി നടന്നിട്ടാണ് 10 സീറ്റിൽ ഞങ്ങൾ പിടിച്ചു നിന്നത്. എന്നിട്ടും കാലുമാറ്റം വഴി 8 പേരും കോൺഗ്രസ്സുകാർ രാജിവെച്ച് BJP മുന്നണിയിൽ പോവുകയാണ് ചെയ്തത്. പാറളത്ത് എന്താ സംഭവിച്ചത്? അവിടെ പാറളത്ത് UDFും BJPയും സമാസമാണ്. ഞങ്ങൾ സ്വതന്ത്രമായ നിലപാട് സ്വീകരിച്ചു. എന്നാൽ കോൺഗ്രസിൻ്റെ ഒരംഗം വോട്ട് അസാധുവാക്കിയാണ് BJPയെ ജയിപ്പിച്ചത്. ഞങ്ങളും BJPയും തമ്മിൽ തുല്യ നിലയിലുണ്ടായിരുന്ന വല്ലച്ചിറയിൽ കൃത്യമായി ഞങ്ങളുടെ വോട്ട് പിടിച്ചു. നറുക്കിട്ട് വല്ലച്ചിറ ഞങ്ങൾക്ക് കിട്ടി, അവിടശ്ശേരി UDFനും കിട്ടി. ഇതല്ലേ യാഥാർത്ഥ്യം? ഈ ജില്ലയിലെ ഇത്തരം യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാതെയുള്ള, അത് തിരിച്ചറിയാതെയല്ല, ബോധപൂർവമാണ്. ഇപ്പം തിരുവില്ലാമല എടുക്കാം. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് ആരാ ഭരിച്ചുകൊണ്ടിരുന്നത്? കോൺഗ്രസ് അല്ലേ? ആ കോൺഗ്രസിനും UDFനും ഒരു സീറ്റ് തിരുവില്ലാമലയിൽ നേടാൻ പറ്റുമോ? അവിടെ BJPക്ക് ഭൂരിപക്ഷം കിട്ടുന്ന നിലയിൽ അവരുടെ അടിനിരങ്ങുകയും ലീഡർഷിപ്പിൻ്റെ ഇടപെടൽ പോലും BJPക്ക് അനുകൂലമായി നിന്നതുകൊണ്ടാണ് BJPക്ക് തിരുവില്ലാമല കിട്ടിയത്. ഞങ്ങൾക്ക് സീറ്റ് വർദ്ധിപ്പിക്കാൻ കഴിയുകയും ചെയ്തു. ഇതൊക്കെയാണ് വസ്തുത എന്നിരിക്കെ പുകമറ നടത്തി പിന്നെ ആളുകളെ കബളിപ്പിക്കാനാണ് ഈ ശ്രമം എന്ന് ഉറപ്പിച്ചു പറയാൻ ഞങ്ങൾക്ക് പറ്റും.